ഞങ്ങൾ ശ്രീ പത്മനാഭം നാട്യ കലാക്ഷേത്ര ഡാൻസ് അക്കാദമിയിൽ വന്നതാണ്. ഇത് ഡാൻസ് അക്കാദമി ട്രസ്റ്റിന്റെ ഭാരവാഹികളാണ് ഡോക്ടർ ലക്ഷ്മിപ്രിയ, ദീപ സരോജന്മാൾ, ഡോക്ടർ റീന വിജയദാസ്, അനിൽ നായർ, പിന്നെ ഞാൻ പ്രവീൺ. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ആനന്ദ നൃത്യം 2026 എന്ന പേരിൽ നടത്തുന്ന ഒരു ഡാൻസ് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത് ഒരു അവാർഡ് വിവരം പറയാനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ദീപ സരോജാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ശ്രീ പത്മനാഭ നാട്യ കലാക്ഷേത്ര എന്ന ഡാൻസ് അക്കാദമി ഒരു 20 വർഷത്തിലേറെയായി നൂറുകണക്കിന് കുട്ടികളെ ക്ലാസിക്കൽ ഡാൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം മുതലായ ഡാൻസ് ശാഖകൾ, സ്റ്റൈലുകളാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, ഞങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതാണ് ഒന്നാമത്തെ പ്രചോദനം. രണ്ട്, നമ്മുടെ ഈ സിറ്റിയായ ട്രിവാൻഡ്രത്ത് ഡാൻസ് ഫെസ്റ്റിവലുകളുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് കളിക്കുന്നതും സെലിബ്രിറ്റീസിന് ഒരുപാട് പുരസ്കാരങ്ങൾ കൊടുക്കുന്നതും അങ്ങനത്തെ ഡാൻസ് ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്കത് കുറച്ചും കൂടി സാധാരണക്കാർക്ക് കൂടി പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫെസ്റ്റിവൽ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം. അതുപോലെ തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഏതാണ്ട് 50 പേര് ഈ വർഷം ഞങ്ങളുടെ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. ഇത് ആദ്യത്തെ വർഷമാണ്. ഇത് എല്ലാ വർഷവും തുടരണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അടുത്ത വർഷത്തിൽ 2-3 ദിവസമൊക്കെ നടത്താൻ പറ്റിയാൽ നല്ലത്. ഞങ്ങളുടെ ഒരു പരീക്ഷണം, ഒരു യജ്ഞം, ഇത് ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ കൂടുതൽ ഇത് ആളുകളിലേക്ക് എത്തണം. ഇത് കോവളത്ത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. മെയ് 9 രാവിലെ 8:30 മുതൽ രാത്രി 8 മണി വരെ 50 ഡാൻസേഴ്സോളം രാവിലെ മുതൽ പെർഫോം ചെയ്യും. വൈകുന്നേരം അവർക്ക് എല്ലാവർക്കും ഓരോ പുരസ്കാരവും നൽകുന്നതായിരിക്കും. അവർ കളിച്ച ഡാൻസിനെ അതിനനുസരിച്ച് അവർക്കൊരു ടൈറ്റിലും ഒരു പുരസ്കാരവും നൽകും. ആ ഫംഗ്ഷനിൽ ഡിസൈഡ് ചെയ്യുന്നത് 3 ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന്, പൂയം തിരുനാൾ ഗൗരി പാർവതി ബായി. 2, പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി. 3, ഡോക്ടർ കമല ലക്ഷ്മി, ഒരു വീണ വിദുഷിയാണ്. അവർ 3 പേരുമാണ് ഈ ഒക്കേഷനിൽ വരുന്നത്. ഞങ്ങൾക്ക് സ്പോൺസേഴ്സായിട്ട് ഒരുപാട് പേര് സപ്പോർട്ടിന് വന്നു. ഭീമ ജ്വല്ലേഴ്സ്, DG ഗ്രൂപ്പ്, പോത്തി സ്വർണ്ണമഹൽ, ഫാസ്റ്റ് ആൻഡ് ഡെഫ് സ്പോർട്സ് ഡ്രിങ്ക്, കിംസ് ഹോസ്പിറ്റൽ, ഇങ്ങനെ ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങളെ ആദ്യത്തെ ഈ എഫേർട്ടിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്പോൺസേഴ്സും എല്ലാവരും ഉണ്ടാകും. നമസ്തേ. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊരു ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഞങ്ങൾ ഫെസ്റ്റിവൽ ഇപ്പം ഒത്തിരി ഉണ്ട്. ട്രിവാൻഡ്രത്തും കേരളം അങ്ങോളം ഇങ്ങോളം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഡാൻസ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അടുപ്പിച്ച് ഒത്തിരി ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട്. എല്ലാ ഡാൻസ് ഫെസ്റ്റിവലിലും കോമ്പറ്റീഷൻ കാറ്റഗറി ഉണ്ടാകും. കോമ്പറ്റീഷൻ ഞങ്ങൾ ഇതിലൊന്നുമല്ല, പക്ഷേ ഞങ്ങളുടെ ഇതിൽ ഫെസ്റ്റിവൽ മാത്രമാണ്. ജസ്റ്റ് വന്ന് മനസ്സ് തുറന്ന് പെർഫോം ചെയ്ത് പോകണം. ഒരു മത്സരമില്ല. എല്ലാവർക്കും ഓപ്പൺ കാറ്റഗറി ഉണ്ട്. കൊച്ചുകുട്ടി മുതൽ ആർക്ക് വേണം പങ്കെടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് 1 ഡേ ആണ്. നെക്സ്റ്റ് ഇയർ നമുക്കിത് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകണമെന്നും ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ വർഷം ഒരു ഞങ്ങളുടെ ഒരു ഗസ്റ്റ് പെർഫോമർ ചെയ്യുന്ന ഒരു അഭിരാം ചെന്നിയെഴുത്ത് ട്രിവാൻഡ്രം ആർട്ടിസ്റ്റാണ്. എനിക്ക് പേഴ്സണലി പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിച്ചിട്ട് വന്ന നല്ലൊരു കലാകാരനാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് നല്ല വേദികൾ കിട്ടാറില്ല. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നതാണ്, പുതുമയുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പോയി ചെയ്യുമ്പോൾ നമ്മളും ഒരു കണ്ടസ്റ്റന്റിനെ പോലെയാണ് മിക്ക ഫെസ്റ്റിവലിലും പോയി കളിക്കുന്നത്, പെർഫോം ചെയ്യുന്നത്. അവിടെയും നമുക്കത് കാണാൻ കഴിയുന്നത് ഒന്നുകിൽ നിരവധി ഈ പുരസ്കാരങ്ങൾ കിട്ടിയവർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അത് നല്ല കാര്യം. അവർ ചിലപ്പോൾ ഒരു കാറ്റഗറി ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് ഇത് കിട്ടണമല്ലോ. അപ്പോൾ ഒന്ന് പ്രചോദനം, നമ്മളവരെ എൻകറേജ് ചെയ്താൽ നമുക്കിത് വീണ്ടും അവർക്ക് അതിലോട്ട് കൂടി വരാനും നല്ല രീതിയിൽ പെർഫോം പിന്നീട് അതിൽ തന്നെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ
പ്രാവശ്യം ഞങ്ങൾ 10,001 രൂപയും പ്രശംസി പത്രവും ഫലകവും നമ്മൾ അഭിരാമിനാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് എല്ലാ മീഡിയ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഈ വർഷം ഒരു വട്ടം മാത്രം നിർത്തി പോരാനല്ല, വരും വർഷങ്ങളിൽ ഇത് വളരെ നല്ല രീതിയിൽ കൂടുതൽ വിപുലമായ രീതിയിൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത, ഞങ്ങളുടെ ശ്രീ പത്മനാഭ നാട്യകലാക്ഷേത്രയ്ക്ക് അസോസിയേറ്റ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നുമില്ല. ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടത്തുന്നതാണിത്. പല ഫെസ്റ്റിവലും അവർക്കൊരു സപ്പോർട്ട് കാണും. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കമ്പൈൻ ചെയ്താണ് നടത്തുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രം, ഞങ്ങളുടെ കൂടെയുള്ളൊരു ഞങ്ങൾ എന്താണ് വെൽവിഷേഴ്സ് എന്ന് പറയാം, ഡാൻസേഴ്സാണ് എല്ലാവരും ചേർന്നിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സപ്പോർട്ടും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചോദിക്കാം. അതെ ട്രസ്റ്റ്. ഇവിടെ ദീപയും ഡോക്ടർ ലക്ഷ്മിപ്രിയയും പറഞ്ഞ പോലെ തന്നെ ഇത് ശ്രീ പത്മനാഭ നാട്യകലാക്ഷേത്രം എന്നൊരു ട്രസ്റ്റാണ്. ഞങ്ങൾ ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങൾ വളരെ മിനിമൽ ആയിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇപ്പം കറന്റ്ലി ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് 20 വർഷത്തിലേറെയായി ഈ ശ്രീ പത്മനാഭ നാട്യകലാക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ട് ഒരുപാട് കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടും ചെയ്ത് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസേഴ്സായി തന്നെ മാറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയാണ്. ഈ ഈവന്റിനെ കുറിച്ച് ഇവര് പറഞ്ഞ പോലെ തന്നെ ഇതിനെ കുറിച്ചൊരു ചിന്ത വന്നത് തന്നെ ഈ ഒരു വേദി ഒരുക്കുക, മത്സരമനോഭാവമില്ലാതെ തന്നെ അവർക്ക് കളിക്കാനും അതുപോലെ തന്നെ അവർക്കൊരു അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതൊരു പ്രഡോമിനന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ചിന്ത. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഈവന്റുമായിട്ട് മുന്നോട്ട് പോയതും. അത് ഒരു 6-7 മാസം മുന്നിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചതിന്റെ പുറത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമയോടുകൂടി അതിനെ വർക്ക് ചെയ്തു. അതെല്ലാം തന്നെ സാധ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ വന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പ്രസ് റിലീസ് നടത്തണമെന്ന് ചിന്തിച്ചു. അതാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങളൊക്കെ പറയാൻ ആയതിൻ്റെ ഒരു റീസൺ. അപ്പം ഇതാണ് ജനറലി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ചീഫ് ഗസ്റ്റ് 3 പേര് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അവരെ ഞങ്ങൾ ഇതുപോലെ ആ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അതുപോലെ സ്പോൺസേഴ്സ് ഞങ്ങൾ ഫസ്റ്റ് ഈവന്റ് ആയിട്ട് ആണെങ്കിൽ പോലും ഇതിന്റെ സ്പോൺസേഴ്സ് ഒക്കെ